കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരികയും ചെയ്തിരുന്നു. ആർ ശ്രീജിത്ത്, വി എസ് രഞ്ജിത്ത് എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആർ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ പല വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു. ഹിന്ദു ദിനപത്രത്തിലെ ലേഖനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഓഫീസ് ഒരു തിരുത്ത് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അവർ അതിൽ തിരുത്തൽ വരുത്തി. പക്ഷെ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്ന കാര്യം അറിയില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയുണ്ടായി. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് CPIM, മുസ്ലിം വിരുദ്ധരാണ് CPIM എന്ന വിധത്തിലുള്ള പ്രചാരണത്തിന് ശക്തി പകരാൻ പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു ആയുധമായി ഹിന്ദു ദിനപത്രത്തിലെ മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശത്തെ പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം തീർക്കാൻ അദ്ദേഹം വ്യക്തമായി ശ്രമിച്ചത്. രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൽ CPIM എടുത്തിട്ടുള്ള നിലപാടുകൾ, തനിക്ക് അതിലുള്ള നിലപാടുകൾ ഉൾപ്പെടെ ആവർത്തിച്ച് വിശദമാക്കേണ്ട, വീണ്ടും ആവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. അതായത് ഈ പ്രചാരണം വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനും പാർട്ടിയും സംബന്ധിച്ചുണ്ട്. അത് കോഴിക്കോട്ടെ സമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ? ബിനിൽ, രണ്ടു കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ടെ പാർട്ടിയുടെ പരിപാടിയിൽ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, തന്നെയും CPIM-നെയും ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായ പ്രതിരോധം. രണ്ട്, ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയ്ക്കെതിരെ വന്ന പരാമർശം. ഈ രണ്ട് കാര്യങ്ങളിലും മുഖ്യമന്ത്രി മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കാതലായ ചില കാര്യങ്ങൾ വിട്ടുപോയി എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഒന്ന്, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഒന്നുമില്ല. ഹിന്ദു അവരുടെ വീഴ്ച സമ്മതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ബാക്കി കാര്യങ്ങൾ അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഹിന്ദു വീഴ്ച സമ്മതിച്ചു എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുമ്പോൾ തന്നെ എന്താണ് ആ വീഴ്ചയോടൊപ്പം അവർ ചൂണ്ടിക്കാണിച്ച വിഷയമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീർത്തും അജ്ഞത നടിക്കുന്നു, അത് താൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് PR ഏജൻസിയുടെ സാന്നിധ്യത്തിലാണ് ഇൻ്റർവ്യൂ നൽകിയത്. പിന്നീട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടും ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത് PR ഏജൻസിയാണ് എന്നാണ് ഹിന്ദുവിൻ്റെ വിശദീകരണം. അപ്പോൾ വീഴ്ച സംബന്ധിച്ച ഹിന്ദുവിൻ്റെ തന്നെ വിശദീകരണം വിശ്വാസത്തിലെടുത്താൽ അപ്പോൾ PR ഏജൻസിയെ ഇങ്ങനെ ഒരു കാര്യം എഴുതി നൽകാൻ ആര് ചുമതലപ്പെടുത്തി എന്ന കാര്യത്തെപ്പറ്റിയുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകുന്നില്ല. പിന്നീട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷ അംഗങ്ങളുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനായ പ്രതിരോധമാണ്. രക്തസാക്ഷികളുടെ പാർട്ടിയാണ് CPIM, ന്യൂനപക്ഷ സംരക്ഷണം എക്കാലവും നിലപാടായി എടുത്തിട്ടുള്ള പാർട്ടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവറിനെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അൻവർ തന്നെയാണ് CPM-ൻ്റെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോയതെന്നത് സ്വയം പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. നാക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒരല്പം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ CPM-ലെ വിഭാഗീയത കാലത്ത് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന TJ ചന്ദ്രചൂഡനെതിരെയാണ് ഇതിനു മുമ്പ് പിണറായി വിജയൻ നാക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്ന പരാമർശം നടത്തിയത്. അന്ന് VS ഉയർത്തുന്ന വാദങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണ നൽകുന്ന നിലയിലെ പ്രതികരണങ്ങൾ RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന TJ ചന്ദ്രചൂഡനിൽ നിന്നുണ്ടായിരുന്നു. അന്നാണ് ചന്ദ്രചൂഡനെ നാക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പരാമർശത്തിലൂടെ പിണറായി അധിക്ഷേപിച്ചത്. അതേ സമാനമായ പരാമർശം ഇപ്പോൾ അൻവറിനെതിരെ നടത്തുന്നു. അൻവർ നാക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതായത് പ്രതിപക്ഷത്തിൻ്റെ ചട്ടുകമായി അൻവർ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് ഇന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ഒരേപോലെ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. അവിടെ ചില പ്രശ്നങ്ങൾ, മലപ്പുറത്ത് ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുമാണ്. അതിനെതിരെയെല്ലാം നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പാർട്ടി ചെയ്യുന്നത്. മറിച്ചുള്ള ആക്ഷേപങ്ങൾ വസ്തുതയില്ല എന്ന് മനസ്സിൽ വിദ്വേഷം പരത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ശ്രീത, അപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇനിയാണ് പ്രതികരണത്തിന് ഉള്ള സമയം. മുഖ്യമന്ത്രി ഇപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ പ്രതിരോധം എത്ര കണ്ട് മുന്നോട്ട് നിൽക്കും എന്ന കാര്യത്തിൽ എന്ന് യാതൊരു വിധത്തിലും സംശയഭേദമന്യേ നമുക്ക് ഉറപ്പിക്കാനാകും. ആ പ്രതിരോധം കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല. വരും ദിവസങ്ങളിൽ ഇതിപ്പോൾ വലിയ വിവാദമാകും എന്ന കാര്യത്തിലും സംശയമില്ല. PR ഏജൻസിയെ ആരേൽപ്പിച്ചു? ഈ PR ഏജൻസി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കൺസെൻറ്റ് എടുത്തിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ ഉയർത്തുന്ന വാദമുഖങ്ങളെല്ലാം ദുർബലമാകും എന്ന കാര്യത്തിലും സംശയമില്ല.
അപ്പോൾ അത് PR ഏജൻസി പറയുന്ന ആ പറഞ്ഞിട്ടുള്ള കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരു വലിയ തിരിച്ചടിയായി മുഖ്യമന്ത്രിക്കും സർക്കാരിനും മേൽ വന്നു വീഴും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പ്രസ് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിനും വന്നു വീഴും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന് ഇക്കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ CPIM-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് സാധ്യതയുണ്ടോ ശ്രീജിത്ത്? PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇപ്പോഴും മുഖ്യമന്ത്രി വിശദീകരിക്കാത്ത ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. PR ഏജൻസിയുടെ സാന്നിധ്യത്തിലാണ് സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്ക് കേരള ഹൗസിൽ വെച്ച് അരമണിക്കൂർ അഭിമുഖം ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ചത്. മാത്രമല്ല, ഹിന്ദുവിൻ്റെ തന്നെ വിശദീകരണക്കുറിപ്പ് വായിച്ചാൽ ഈ PR ഏജൻസിയായ കേസനാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തങ്ങൾക്ക് ഓഫർ ചെയ്തത്, വാഗ്ദാനം ചെയ്തത് എന്നാണ് ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. ആ PR ഏജൻസിയിലെ രണ്ട് പ്രധാനികളുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം ഈ പ്രസ്തുത ലേഖിക എടുക്കുന്നത്. ആ ലേഖിക എടുത്ത ഇന്റർവ്യൂവിന് ശേഷം പിന്നീട് അവരെ വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത്. അപ്പോൾ ആരാണ് ഈ കണ്ടന്റ് ഈ PR ഏജൻസിക്ക് നൽകിയത്? ആരെങ്കിലും അതിനവരെ ചുമതലപ്പെടുത്തിയിരുന്നോ? അങ്ങനെയെങ്കിൽ ആ കണ്ടന്റ് എവിടെയാണ് തയ്യാറായത്? അതിനുള്ള വിശദീകരണം ഹിന്ദുവിൻ്റെ കുറിപ്പിൽ തന്നെയുണ്ട്. നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ്. അതായത് ഏറ്റവും ഒടുവിൽ PV അൻവറിന് മറുപടി പറയാനായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഈ ഹിന്ദുവിലെ അഭിമുഖത്തിൽ പറയുന്നതിനേക്കാൾ വിശദമായി ഈ മലപ്പുറത്തെ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ അക്കമിട്ട് വിശദീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ സ്വർണം പിടികൂടുന്ന സ്വർണം അതേ അളവിൽ കസ്റ്റംസിന് കൈമാറുന്നില്ല. സംശയമില്ല. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉൾപ്പെടെ